ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉപ്പ് തിന്നു, ആ ഉപ്പ് തിന്ന എല്ലാവരെയും വെള്ളം കുടിക്കാൻ പര്യാപ്തമാക്കുമാറുള്ള സാമൂഹ്യ ജാഗ്രതയും സ്വാധീന ശക്തിയോടുകൂടിയുള്ള ഇടപെടലുമായി എല്ലാവർക്കും, മാധ്യമങ്ങൾക്കും സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തകർക്കും ഒരുമിച്ച് ജാഗ്രതയോടുകൂടെ തുടരാം എന്നുള്ളതാണ് ആമുഖമായി അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആവർത്തിച്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തന്റെ ഭാഗമെത്തുമ്പോൾ കേരളത്തിൽ BJP-യുടെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയനായ സഹ പാനലിസ്റ്റ് താൻ അലങ്കരിക്കുന്ന അഭിഭാഷക പദവിയുടെ അന്തസത്തയ്ക്ക് ഒട്ടും ചേരാത്ത വിധം അദ്ദേഹം പാതി പറഞ്ഞ കള്ളങ്ങൾ തന്റെ വാദമുഖങ്ങളായി അവതരിപ്പിക്കുകയാണ്. It is stated that objections were raised from certain quarters. പക്ഷേ എന്ത് പറയുന്നു? Casting aspirations on the integrity of the said officer. It is however reported that the officers concerned are competent, trustworthy and industrious, and that without strengthening the team നമുക്ക് കാത്തിരിക്കാന്നേ, പ്രതീക്ഷാനിർഭരമായി സുബോധർക്കമായി കാത്തിരിക്കാം. ഭഗവാൻ അയ്യപ്പന്റെ മുതൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ അല്ല, ലോകമെങ്ങുമുള്ള മലയാളികളുടെയും മതവിശ്വാസികളുടെയും മതരഹിതരുടെയും ഒക്കെ പ്രതീക്ഷാനിർഭരമായ സാന്നിധ്യം തത്വമസി, അത് നീ തന്നെയാകുന്നു. അതായത് ബാബരസ്വാമിയെ കണ്ടു തൊഴുത് നമ്മൾ പോകുന്ന ഇടം, അവിടുത്തെ ഒരു പൊന്ന് കട്ടോണ്ട് പോയവൻ ഏത് പൊന്നു തമ്പുരാനാണെങ്കിലും ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഇത് കേരളത്തിന്റെ ആകെ ദേവാലയ സ്വത്തും അമ്പല സ്വത്തും കട്ടുവിറ്റ് ചീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എക്കാലത്തെയും ശക്തമായ താക്കീതായി ഒരു രചിത രേഖയായി ഈ കേസും നടപടിക്രമങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ അങ്ങ് സൂചിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സൈഡ് സ്റ്റാഗ്നേഷൻ ഇങ്ങനെ പറഞ്ഞ് ഇതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത്. അത് താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുത്. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? ഇപ്പോൾ ഇവിടെ കുറെ BJP-യുടെ നേതാക്കന്മാർ അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തുവെന്നോ, ശ്രീ സന്ദീപ് ബജസ്പതി തന്ത്രിയുടെ വീട് സന്ദർശിച്ചുവെന്നോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ആരോപണങ്ങൾ ശ്രീ ജെയ്സി തോമസ് പറയുന്നത് കേട്ടു. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ശ്രീ പത്മകുമാർ ഇപ്പോഴും CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ? അദ്ദേഹം അറസ്റ്റിലായിട്ട് എത്ര ദിവസം കഴിഞ്ഞു? CPM അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയുടെ ഉള്ളിൽ നിലനിർത്തുകയും സംരക്ഷിക്കുകയല്ലേ CPM ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തെ തള്ളി പറയാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇത്രയോ കോടതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളല്ല, വിചാരണ നടത്തി കോടതി കുറ്റവാളികളാണെന്ന് കരുതി ശിക്ഷിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടില്ലേ? TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികളുടെ മകളുടെ കല്യാണത്തിലും പ്രതിയുടെ കല്യാണത്തിലും അവരുടെ പരോൾ സംഘടിപ്പിക്കാനും ഒക്കെ മന്ത്രിമാരും സ്പീക്കറും ഉൾപ്പെടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കൗതുക ലേശം കൂടുതലാണ്. സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോയിട്ടുള്ള ആളുകൾ, ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണ്ണ നിക്ഷേപം ഉണ്ട്, അതിനിങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പകരം വളരെ കുറഞ്ഞ അളവിലുള്ള സ്വർണം പൂശിയിട്ട് നമുക്ക് ആളുകളെ കബളിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതിനൊരു പദ്ധതി തയ്യാറാക്കി അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു വിവാദം ഉണ്ടാക്കി, ഒരു മതിലുണ്ടാക്കി, ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോയി ആ സമയത്ത് സ്വർണം കടത്തുകയും അതിനുശേഷം തങ്ങളുടെ സ്വന്തക്കാർ തന്നെ ആ സമയത്ത് ശബരിമലയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു എന്ന് ഉറപ്പാക്കുകയും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. അറസ്റ്റിന് വിധേയമാക്കപ്പെട്ട ഈ രാജീവര് ആരെയാണ് ആദ്യം വിളിക്കുന്നത്? 9447726629 ആരാണെന്ന് ആങ്കർക്ക് അറിയുമോ? എന്റെയും ആങ്കറുടെയും ഈ പറയുന്ന പാനലിസ്റ്റിന്റെയും ഒക്കെ കൂടെ പലപ്പോഴും BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയായി ചർച്ചയിൽ പങ്കെടുക്കാറുള്ള അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവാണ്. ആ രീതിയിൽ അദ്ദേഹം വക്കീലാണെന്നുള്ള രീതിയിലാണ് നിയമോപദേശത്തിന് വക്കീലായിട്ടുള്ള ഒരാളെ വിളിച്ചത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബ്രഹ്മദത്തിനെ വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അദ്ദേഹം ആദ്യം തന്നെ വക്കീലിനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ അളിയനാണ്. ശരി ശരി, വിളിക്കാണ്ട് പറ്റില്ല. ശരി, ഓക്കെ, ശരി, ആയിക്കോട്ടെ, ശരി. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെ വിളിക്കുന്നതിൽ യാതൊരു അപാകവും പറഞ്ഞോളൂ. ജയിക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അഭിഭാഷക പണ്ഡിതൻ എന്ന നിലയിൽ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എല്ലാവരും ഓവർലാപ്പ് ചെയ്തിട്ട് ഇടപെട്ടല്ലോ, ഞാൻ മിണ്ടിയില്ലല്ലോ. ഇത് മര്യാദയല്ലെന്ന് പറയുന്ന BJP പ്രവർത്തനം അറിയാം, ഇരിക്കട്ടെ.
അപ്പോ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവും അഭിഭാഷകനും എന്ന നിലയിൽ മാത്രമാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ BJP ബന്ധം ചർച്ച ചെയ്യേണ്ടതില്ല. ഇരിക്കട്ടെ, റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കാത്തൊരു കാര്യം ഞാനെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നീ ഒന്നും പണയണ്ട. റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടാണോ ഇവരെ അറസ്റ്റിന് നീക്കം നടത്തുക? അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരികെ ചോദിക്കാലോ, അങ്ങ് സൂചിപ്പിച്ച രാഷ്ട്രീയ ബന്ധമുള്ള കോൺഗ്രസ്, BJP, CPM ഇതിനകത്തുണ്ടല്ലോ. ജയശ്രീ, മുരാരി ബാബു, ആളുകൾ ഉൾപ്പെടെ. ഇതെന്തൊരു മര്യാദകളാണ്. ശരി 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 മര്യാദകളാണ്. ശരി, അല്ല, മനസ്സിലാവുന്നില്ല. ജയിക്ക് കൺക്ലൂഡ് ചെയ്യും, നമുക്ക് സമയം കഴിഞ്ഞു. അല്ല, ഇതെന്തൊരു മര്യാദകളാണ്. ജയിക്ക് കൺക്ലൂഡ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു റിമാൻഡ് റിപ്പോർട്ട് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ മറ്റേതെങ്കിലും പ്രതികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.